ഞാനിപ്പോൾ വേറൊരു കാര്യം കാണിച്ചത്. സൂപ്പർ അഭിനയം. അതാ പറഞ്ഞു, ശരിക്കും അതൊരു ചെറിയൊരു റോളായിരുന്നു. ഞാനതിലെ മെയിൻ റോളാണ് ചെയ്യാനിരുന്നത് ആദ്യം. പക്ഷെ അത് വർത്തമാനകാലം ഷൂട്ടിങ്ങിൻ്റെ ഡേറ്റുമായിട്ട് ക്ലാഷ് ആയപ്പോൾ സത്യം പറഞ്ഞു, ഉർവശി ഇങ്ങനെ ഒരു 4-5 സീനേ ഉള്ളൂ, ഒരു പാട്ടുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടോ ചെയ്യാൻ? ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ സ്പോട്ടിൽ ചെന്നത് ഇംപ്രവൈസായി ഇങ്ങനെ ആയതാണ് ആ റോള്. ശരിക്കും പ്രതീക്ഷിച്ചതേയില്ല, ഒരു സ്റ്റേറ്റ് അവാർഡിന് വേണ്ടി അത് പരിഗണിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. റോള് ഉർവശിക്ക് നേടുന്നു. ഒരുപക്ഷെ നായികയായിരുന്നെങ്കിൽ ആ ഒരു ബഹുമതി ചിലപ്പോൾ കിട്ടില്ലായിരുന്നു. ആയിരിക്കും, തീർച്ചയായിട്ടും ആയിരിക്കും. കാരണം ചില ഒരു ചെറിയ ക്യാരക്ടർ വന്ന് അത് പടത്തിലൊരു വലിയ സാന്നിധ്യം ആവുന്നു എന്നുള്ളതിൻ്റെ ആയിരിക്കും. അതും വർത്തമാനകാലമായിരുന്നു ഫസ്റ്റ് ഇയർ അവാർഡിന് പരിഗണിച്ചിരുന്നത്. ഇതൊക്കെ വന്ന് തലയിലേക്ക് വന്ന് വീഴുമ്പോൾ, ഈ പറഞ്ഞ പോലെ ഈ പട്ടങ്ങളെല്ലാം ഒന്ന് തലയിൽ വീഴുമ്പോൾ ഉർവശിക്ക് അപ്പോഴെങ്കിലും മലയാള സിനിമ അല്ലെങ്കിൽ സിനിമ എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞില്ലേ? തീർച്ചയായിട്ടും അതിനോട് പൊരുത്തപ്പെട്ടു. അപ്പോഴൊക്കെ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ പ്രൊഫഷൻ. ഇത് എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. ഇവിടെ ഒരു സ്ഥാനം കിട്ടുക എന്ന് പറയുന്ന ആ ഒരു മാനസികാവസ്ഥയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു. പൊരുത്തപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, അതിലേക്ക് ആഴ്ന്നിറങ്ങി, അതിൻ്റെ ഭാഗമായി അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഉർവശിയെ ആകർഷിച്ചു തുടങ്ങി. അത്ര ഞാൻ പറയുന്നതിന് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല.